നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊരു വെഡിങ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന 10 വെഡിങ് ഹാക്സ് വഴി നിങ്ങൾക്ക് ലക്ഷങ്ങൾ വരെ ലാഭം ഉണ്ടാക്കാം. എടാ നിങ്ങൾ എല്ലാരും ഒന്ന് സൈലന്റ് ആയിക്കോ കേട്ടോ ഫോണ്. ആക്കിയാ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് 80-20 വെഡിങ് റൂൾ. ഒരു കല്യാണത്തിന്റെ 80% വെഡിങ് എക്സ്പീരിയൻസ് ഗസ്റ്റിന് ഉണ്ടാകുന്നതെന്ന് പറയുന്നത് നമ്മൾ പോകുന്ന ആ ഒരു വെന്യൂ, ഫുഡ്, എന്റർടൈൻമെന്റ്, ഈ കാര്യങ്ങളിലൊക്കെയാണ്. നമ്മൾ ഈ ഡെക്കോർ, ബാക്കി എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുമെങ്കിലും ഒരു ഗസ്റ്റ് എപ്പോഴും ഓർത്തിരിക്കാൻ പോകുന്ന ഈ 3 കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഈ 3 കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഒരുപാട് കാശും കാര്യങ്ങളും ലാഭിക്കാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് വെഡിങ് ഹാക്ക് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെന്ന് പറയുന്നത്, നമ്മുടെ വെന്യൂവിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്കൗണ്ട് ബാർഗെയിൻ ചെയ്ത് മേടിക്കാൻ പറ്റും. ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെന്യൂസിൽ തന്നെ പീക്കായിട്ടും നോൺ പീക്ക് ആയിട്ടുള്ള ഡേയ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ ഓഫ് സീസൺ സമയത്ത് കല്യാണങ്ങൾ നടക്കാറുണ്ട്. അപ്പം ഈ സമയങ്ങളിൽ വെന്യൂസിനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പം ഈ സമയത്ത് നമ്മൾ നമ്മുടെ ഒരു മാരേജ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന വെന്യൂ നമുക്ക് കുറച്ച് കാശ് ബാർഗെയിൻ ചെയ്ത് കുറച്ചെടുക്കാൻ പറ്റും. അല്ല, നമ്മൾ ഈ പറയുന്ന പീക്കായിട്ടുള്ള സമയത്ത് തന്നെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്, ഒരു 6 to 12 months ബിഫോർ ഹാൻഡ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന വെന്യൂവിൽ പോയിട്ട് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബാർഗെയിനിങ് പവർ ഉണ്ട്. നമുക്കിപ്പം അവരുമായിട്ട് സംസാരിച്ച് നമ്മുടെ വെന്യൂവിൽ നമുക്കൊരു ഡിസ്കൗണ്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് പുറമെ നമുക്ക് ഈ വെന്യൂസിൽ തന്നെ നമുക്ക് പാക്കേജ് ആയിട്ട് ഡീൽസ് കിട്ടും. ഇപ്പം ഡെക്കോറ്, ഈ പറയുന്ന ഫുഡ്, നമ്മുടെ ഈ പറയുന്ന വെന്യൂ, ഇത് 3 കൂടെ ക്ലബ് ചെയ്ത് ഒരുമിച്ച് നമ്മൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്കൊരു ഡിസ്കൗണ്ട് ബാർഗെയിൻ ചെയ്യാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ വെഡിങ് ഹാക്ക് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് സ്മാർട്ട് ഫുഡ് ട്രിക്ക്. എല്ലാ കല്യാണങ്ങളിലും ഏകദേശം ഒരു 30% മുകളിൽ ഫുഡ് വേസ്റ്റ് ആവാറുണ്ട്. ഈ ഫുഡ് വേസ്റ്റ് ആവുക എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബിരിയാണി, ഫ്രൈഡ് റൈസ്, അല്ലെങ്കിൽ ബറോട്ട, ചിക്കൻ, ബീഫ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാവരും കഴിക്കുന്നതാണ്. അപ്പം ഇതിലെല്ലാം പലപ്പോഴും ഫുഡ് വേസ്റ്റ് കൂടുതലും വരുന്നത് ഇപ്പം ചപ്പാത്തി, ദോശ, ഇടിയപ്പം, ഈ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ചിലർക്ക് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അപ്പം ഈ സാധനങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെയുള്ള ഐറ്റംസിന് ലൈവ് കൗണ്ടർ സെറ്റ് ചെയ്യുക. അപ്പം ആവശ്യത്തിന് റിക്വയർമെന്റ് അനുസരിച്ചിട്ട് മാത്രം നമ്മൾ അവിടെ ഫുഡ് ഉണ്ടാക്കിയാൽ മതി. അതിനനുസരിച്ചിട്ട് മാത്രമേ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഇപ്പം ആരാണോ ഫുഡ് കാറ്ററിംഗ് ടീം അവരുടെ നിന്ന് നമുക്ക് അതിനനുസരിച്ച് അവർക്ക് കാശ് കൊടുത്താൽ മതി. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡു ദ വെഡിങ് ഡ്രസ് ഇൻ ഹാഫ് ദ പ്രൈസ്. ഈ വെഡിങ് ഡ്രസ്സുകൾ പലപ്പോഴും ഇപ്പോൾ ഒരു ഡിസൈനർ ഡ്രസ്സൊക്കെ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഒരു ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ 10,000 മുകളിൽ അല്ലെങ്കിൽ 20,000 ലക്ഷങ്ങൾ വരെ ഇതിന് റേറ്റും കാര്യങ്ങളും വരാറുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു ഇവന്റിന് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊരു വെഡിങ്ങിന് ഉപയോഗിക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരൊറ്റ ദിവസത്തേക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഡ്രസ്സ് എടുക്കുന്നത്. അപ്പം ഇതിനെ നമ്മൾ റെന്റിന് എടുക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ലക്ഷങ്ങൾ വില വരുന്ന ഈ പറയുന്ന ഒരു ഡിസൈനർ ഡ്രസ്സ് നമുക്കൊരു 10% കോസ്റ്റിന് ഒരു ദിവസത്തേക്ക് ഇടാനായിട്ട് റെന്റ് എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഈ കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റും. അല്ല, ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഞാനിപ്പം ഇങ്ങനെ ഒരു ഡ്രസ്സ് മേടിച്ചേ പറ്റൂ എന്നാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ കല്യാണം എന്നാണ് വരുന്നത്. അപ്പം അതിന് പ്രയർ ആയിട്ടൊരു ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം മുമ്പ് നമ്മൾ പോയൊരു ഡിസൈനർ ഡ്രസ്സ് കസ്റ്റമായിട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് കുറച്ചൊരു ബാർഗെയിനിങ് പവർ കാണും. നമുക്ക് അപ്പോൾ ആ പറയുന്ന ഡ്രസ്സ് കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫ്രീ സെലിബ്രിറ്റി ലെവൽ വെഡിങ് ഫോട്ടോഗ്രാഫി. ഈ എല്ലാ കല്യാണങ്ങളിലും ഫോട്ടോ, വീഡിയോ എന്ന് പറയുന്നത് അത് തന്നെ ഒരു 30 to 40% കോസ്റ്റ് വരുന്നൊരു കാര്യമാണ്. അപ്പം ഈ അപ്കമിങ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ വീഡിയോഗ്രാഫേഴ്സ് പുതിയ ഒരു പോർട്ട്ഫോളിയോ കാര്യങ്ങൾ സെറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകൾ ഡെയിലി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവർക്കൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തന്നെ ഇവര് പലപ്പോഴും ഈ പറയുന്ന കപ്പിൾസിന്റെ ഇതൊക്കെ ചെയ്യാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ ഇങ്ങനത്തെ ആളുകളെ ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു ഇവന്റിൽ കുറെ കാഷ്വൽ ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവർ വേണമെങ്കിൽ കോസ്റ്റ് കുറച്ചോ അല്ലെങ്കിൽ ചില ആളുകൾ ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു തരാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് പേരെ നമ്മൾ 2, 3, 4 പേരെ ചുമ്മാ എക്സ്ട്രാ ആയിട്ട് ഹയർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വന്ന് നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു തരും കാഷ്വൽ ആയിട്ട്. എന്നിട്ട് മെയിൻ ആയിട്ട് ഒരു സീനിയർ ഫോട്ടോഗ്രാഫർ, ഒരു സീനിയർ വീഡിയോഗ്രാഫറിനെയും കൂടെ നമ്മൾ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വെഡിങ്ങിന്റെ ഫോട്ടോ വീഡിയോഗ്രാഫിയിൽ നമുക്ക് ഏകദേശം ഒരു 40-50% കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇനി ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻവിറ്റേഷൻ കാർഡ് ഹാക്ക്. പൊതുവെ ഒരു ഫിസിക്കൽ ഇൻവിറ്റേഷൻ കാർഡിനൊക്കെ ഒരു 20 രൂപ തൊട്ട് കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ലക്ഷങ്ങൾ വരെ അത് പോവാറുണ്ട്. നമ്മൾ നമ്മുടെ ഒരു ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് പൊതുവെ നമ്മളെല്ലാവരും ഫിസിക്കൽ കാർഡ് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും ഈ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ തന്നെയാണ് ഇപ്പൊ പൊതുവെ ഉള്ളത്. അപ്പൊ നമ്മൾ ഈ ഗസ്റ്റിനെ കാണാൻ പോകുന്ന സമയത്ത് നമ്മളൊരു ഡിജിറ്റൽ കോപ്പി നമ്മൾ ഇവർക്ക് അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഡിസൈൻ കോസ്റ്റ് മാത്രമായിട്ടേ വരത്തുള്ളൂ.
പിന്നെ കുറച്ച് സീനിയർ ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് നമുക്ക് ഫിസിക്കൽ അവരങ്ങനെ ഒരു സാധനം കീപ്പ് ചെയ്യുമെന്നൊക്കെ തോന്നുന്ന ആളുകൾക്ക് ഒരു 50-100 കോപ്പി മാത്രം നമ്മൾ അതിൻ്റെ പ്രിന്റ് എടുത്താൽ മതി. അപ്പം നമുക്ക് അതിൽ കുറേ കാശ് ലാഭിക്കാൻ പറ്റും. ഇനി 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വെഡ്ഡിങ് ഡെക്കോർ ഇല്യൂഷൻ. പൊതുവെ കല്യാണങ്ങളിലൊക്കെ എല്ലാവരും റിയൽ ഫ്ലവറും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ഡെക്കോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതലും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇത് വാടിപ്പോകുമെന്നുള്ളൊരു പേടി നമുക്ക് വേണ്ട. 2 നമ്മൾ എടുക്കുന്ന എല്ലാ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ ആണെങ്കിലും ഇതിന് ആ ഒരു ഫ്രഷ്നെസ് എപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഇതിന് ഒരുപാട് കോസ്റ്റ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും റിയൽ ഫ്ലവേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പിന്നെ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും സെൻട്രൽ പീസ്. ഇപ്പൊ നമ്മളൊരു കല്യാണം ആണെന്നുണ്ടെങ്കിൽ കല്യാണത്തിന്റെ മണ്ഡപം, ഈ മണ്ഡപം എന്ന് പറയുന്നതാണ് സെൻട്രൽ പീസ്. ഈ സെൻട്രൽ പീസിൽ നമുക്ക് കൂടുതൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എക്സ്ട്രാസ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായിരിക്കും എപ്പോഴും സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ സൈഡിലൊക്കെ വരുന്ന ഇതിൽ നമ്മൾ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ എക്സ്ട്രാ കൂടുതൽ കാശ് കൊടുത്ത് ചെയ്യുന്നതിന് പകരം അവിടെ നോർമൽ ആയിട്ടുള്ള ഒരു ഡെക്കറേഷൻ ചെയ്തിട്ട് നമ്മുടെ ഈ സെൻട്രൽ പീസിൽ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് തന്നെ ഇച്ചിരി അടിപൊളിയായിരിക്കും. അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് കട്ട് ചെയ്യാനും പറ്റും. ഇനി 8ാമത്തെ ഹാക്ക് എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് ഹാക്ക്. ഇപ്പൊ പൊതുവെ എല്ലാ കല്യാണങ്ങളിലും ഒരു DJ പരിപാടി അല്ലെങ്കിൽ ഒരു പാട്ടോ ഡാൻസോ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരാറുണ്ട്. അപ്പം ഈ പറയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ DJസിനൊക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ നല്ലൊരാളെ ഹയർ ചെയ്യുന്ന സമയത്ത് 1 ലക്ഷമോ 2 ലക്ഷമോ 5 ലക്ഷമോ 10 ലക്ഷമോ അതിന് മുകളിലൊക്കെ കാശ് പോകാറുണ്ട്. അപ്പം അപ്കമിങ് ആയിട്ടുള്ള ഈ പെർഫോമൻസിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് അവിടെ കോസ്റ്റ് കട്ട് ചെയ്യാം. 2 നമുക്ക് ഗസ്റ്റിന് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കാനും പറ്റും. പക്ഷെ നമ്മൾ ഓവർ സ്പെൻഡ് ചെയ്തു എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവത്തുമില്ല. ഇതിനെല്ലാത്തിനും പുറമെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്പോട്ടിഫൈയിലോ യൂട്യൂബിലോ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ തന്നെ ആരുടെത്തെങ്കിലും നമ്മൾ ഈ പറയുന്ന ഇപ്പൊ എല്ലാ വെന്യൂസിലും ഒരു സൗണ്ട് സിസ്റ്റം കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മളിത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു പ്ലേലിസ്റ്റ് തന്നെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ പലർക്കും ഓക്കെയാണ്. നമ്മളിപ്പോൾ ഒരു DJക്കോ മറ്റിനോ ഒക്കെ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഒരു കാര്യത്തിലൂടെ നമുക്ക് എന്ത് കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റും. ഇനി 9ാമത്തെ ഹാക്ക് എന്ന് പറയുന്നത് ഗസ്റ്റ് ലിസ്റ്റ് ഫിൽറ്റർ. നമ്മളൊരു ഗസ്റ്റിനെ നമ്മുടെ ഇവന്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 കാറ്റഗറി ആയിട്ട് ഇവരെ തിരിക്കാം. ആദ്യത്തെ എന്ന് പറയുന്നത് മസ്റ്റ് ഇൻവൈറ്റ്, 2ാമത്തെന്ന് പറയുന്നത് ഷുഡ് ഇൻവൈറ്റ്, പിന്നെ നമുക്കൊരു അടുത്ത ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു കൺസിഡർ ലിസ്റ്റ്. ഇപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ പേരുകളൊക്കെ എഴുതുന്ന സമയത്ത് ഒരു 1000-1000ന് മുകളിലൊക്കെ ആ ലിസ്റ്റ് വരാം. ഇതിന് ഈ 3 കാറ്റഗറിയിലായിട്ട് നമ്മൾ സബ് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻവൈറ്റും ഷുഡ് ഇൻവൈറ്റും നമ്മൾ വിളിച്ചേ പറ്റത്തുള്ളൂ. പക്ഷേ ഈ കൺസിഡർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ചിലപ്പോൾ ഒരു 10-20% മുകളിൽ നമ്മുടെ ഈ പറയുന്ന ടോട്ടൽ കൗണ്ട് വരാം. ഇവരെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം. കാരണം ഇവര് വന്നു എന്ന് വിചാരിച്ച് നമ്മുടെ ഒരു കല്യാണത്തിന് പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നമുക്ക് ഒരുപാട് ഇപ്പൊ ഫുഡിന്റെ ഇതിലാണെങ്കിലും നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള സീറ്റിങ്ങും ബാക്കി അറേഞ്ച്മെന്റ്സും സെറ്റ് ചെയ്യുന്നത് നമുക്ക് അവിടെ നമുക്ക് ഈ പറയുന്ന കാറ്റഗറി ആളുകൾ ഒഴിവാക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളും കൂടെ നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇനി ലാസ്റ്റ് വെഡ്ഡിങ് ഹാക്ക് എന്ന് പറയുന്നത് വെൻഡർ ബണ്ടിൽ ഹാക്ക്. ഈ ഫൈനൽ ഹാക്ക് എന്ന് പറയുന്നത് ഇച്ചിരി ഇമ്പോർട്ടന്റ് ആണ്. ഇതിപ്പം പൊതുവെ എല്ലാവരും ഒരു വെഡ്ഡിങ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഫുഡിനാണെങ്കിൽ കാറ്ററിങ്ങിന് ഒരു ടീം, ഫോട്ടോ വീഡിയോ എടുക്കാൻ വേറൊരു ടീം, ഡെക്കോർ ചെയ്യാൻ വേറൊരു ടീം, അല്ലെങ്കിൽ എന്റർടൈൻമെന്റിന് വേറൊരു ടീം, ഇതെല്ലാം പല പല ടീമുകളാവുന്ന സമയത്ത് പല ആളുകളും ഈ പറയുന്ന പല ടീമുകളും പല പല മാർജിൻസിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും ഇത് നമുക്ക് കോസ്റ്റ് കട്ട് ചെയ്തായിരിക്കും കിട്ടുന്നത്. പക്ഷെ അല്ല, നമ്മളിപ്പം ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ടീമിനെ കണ്ടിട്ട് അവരോട് നമ്മുടെ റിക്വയർമെന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ പറയുന്ന 4 സാധനങ്ങളും കൂടെ നമുക്ക് ഒരുമിച്ച് ഒരു ബണ്ടിൽ പാക്കേജ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തരാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പൊ അവിടെ തന്നെ നമുക്ക് ഒരുപാട് കോസ്റ്റും കാര്യങ്ങളും കട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഞങ്ങൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ച 10 വെഡ്ഡിങ് ഹാക്ക് എന്ന് പറയുന്നത്. ഞങ്ങൾ ഈ വീഡിയോസ് ഒന്നും ഇനി അങ്ങോട്ട് നിർത്താൻ പോകുന്നില്ല. ഓരോ വീഡിയോയിലും ഞങ്ങൾ ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തി വരുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഈ ജേർണിയിൽ നിങ്ങൾക്കും ട്രാവൽ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളോടൊപ്പം പോരും. താങ്ക് യു. ബെൽ ബട്ടൺ അടിക്കാൻ പറഞ്ഞു.